ഇന്നത്തെ ഉത്രാടപ്പാച്ചിൽ ഗംഭീരാക്കിക്കൊണ്ട് ഞങ്ങളുടെ കുറച്ച് ഓണക്കളികൾ കണ്ടാലോ? അങ്ങനെ ഈ ഓണത്തിന് കുറച്ച് പാട്ടുകളും കളിയും കഥയും തമാശകളും കാര്യങ്ങളും കുറച്ച് ഓണവിഭവങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളും കൂടി ഞങ്ങളുടെ കൂടെ ആസ്വദിച്ചോളുവേ. കളികളും പാട്ടുകളൊക്കെ ഒന്ന് നിർത്തിയപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. എല്ലാവരും കുറേ ഓണവിഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ, ചക്ക വറുത്തത്, ശർക്കര ഉപ്പേരി, കായ വറുത്തത്, പഴം നുറുക്ക്, പപ്പടം, ഉണ്ണിയപ്പം, അട, ഹലുവ. ഇതിൻ്റെ കൂട്ടത്തിലൊരു ഗുജറാത്തി വിഭവമായിട്ട് ഗാഠി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഭക്ഷണ സാധനങ്ങളെയൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണേ. അതാരും കാണണ്ട, വീഡിയോ ഓഫ് ചെയ്തേക്കാം. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തെ എന്താ സാധനം ചോദിച്ചു. അത് പൂവടയാണ്. അപ്പൊ ശരിയാ പലത് മനസ്സിൽ വെച്ചു. ചോദിച്ചൊക്കെ കഴിഞ്ഞ ദക്ഷിണയൊക്കെ വാങ്ങി പോവാണ്. പോയി ഇങ്ങനെ പോകുമ്പോ പൂവട 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 ഇങ്ങനെ പോയിട്ടോ. കുറെ ഇങ്ങനെ പോയപ്പോ അന്ന് പണ്ട് പാടം ഒക്കെ ഉള്ളതല്ലേ, പറമ്പൊക്കെ പാടം കൂടി ഇങ്ങനെ പോയപ്പോ ഒരു അറ്റങ്കടായ വന്നു. അപ്പൊ അതങ്ങനെ ചാടി കിടക്കണം. അങ്ങനെ വീട്ടിൽ പോയി അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, ലോക ദേവകി ഇവിടെ വന്ന ഞാൻ ഇന്നത്തട കഴിച്ചു. ഇന്നത്തട കഴിച്ചു. ഇന്നത്തട കഴിച്ചു. ഇന്നത്തട അവരുടെ കടയില്ല. ഇന്ന് അത് അറ്റങ്കഴായ പോയി. എന്നിട്ട് എന്താ വേണ്ട തിരിച്ചു പോന്നു. അറ്റങ്കഴായാലും അവിടെ വന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോ കിട്ടി. കടന്നപ്പോ എന്തായി അറിയും ഇതില്ലേ, ഒന്നും മനസ്സിലാവില്ല. അപ്പൊ പോവടാ
അങ്ങനെ ഈ അട കഴിച്ചതോടെയും അട കഥ പറഞ്ഞതോടെയും ഞങ്ങളുടെ ഒരുപാട് അടക്കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടുവേ. അതിലൊന്നായിരുന്നു പണ്ട് പാളയിൽ അട ഉണ്ടാക്കുമായിരുന്നു അത്രേ. മൂക്കാത്ത ചെറിയ പാള കഷ്ണത്തിൽ അട പരത്തിയിട്ട് അതിലിതുപോലെ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് അത് ചുട്ടെടുക്കുമായിരുന്നു അത്രേ. നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്കിതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അന്താക്ഷരി കൂടി ഇല്ലെങ്കിൽ എന്തോ ഓണക്കളിയില്ലേ. ചെറിയൊരു ചർച്ച കൂടി നടത്താല്ലേ കൂടെ. കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് എഴുതുമ്പോൾ മോശം എഴുതാൻ പാടില്ല, ഒന്നും കൂടി ശ്രമിച്ചാൽ മെച്ചപ്പെടും എന്ന് എഴുതണം. മോശം എന്ന് പറഞ്ഞാൽ കുട്ടീന്റെ ഭാവി പോയി. പക്ഷെ നിനക്ക് ഇനിയും പറ്റും എന്ന് പറയുമ്പോൾ അങ്ങനെ പാട്ടും കളിയും കഥകളൊക്കെ ആയിട്ട് 2 മണിക്കൂർ പോയതറിഞ്ഞില്ല കേട്ടോ. 2 മണിക്കൂർ സമയം എല്ലാം മറന്ന എല്ലാവരും വീണ്ടും ഉത്തരവാദിത്തത്തിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഓർമ്മയിൽ സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോയതെങ്കിലും ഇനിയൊരു ഓണം കൂടാൻ 1 വർഷം കാത്തിരിക്കേണ്ടേ എന്നുള്ള ഒരു ചെറിയ വിഷമം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും നല്ലൊരു മുഹൂർത്തങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് ഇതേ.